നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം കുറവായിരുന്നു. പക്ഷേ അപ്പോഴും ഇത് സംബന്ധിച്ച് കേരളത്തിന് ഒരു റെക്കോർഡ് കിട്ടിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയാം. അതോടൊപ്പം തന്നെ പ്രീ പോൾ സർവേകളുടെ പൊള്ളത്തരവും കോൺഗ്രസ് നേതാവിൻ്റെ ഒരു വാവിട്ട വാക്കും കൂടി പറയുന്നുണ്ട്. ഏപ്രിൽ 26 നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ റെക്കോർഡ് ചെയ്ത പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് ഏകദേശം 72%. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ ഏകദേശം 6% കുറവ്. 72% എന്ന് പറയുമ്പോൾ ഏകദേശം 28% പേർ വോട്ട് ചെയ്തില്ല എന്ന് പറയേണ്ടി വരും. അത് ഏതാണ്ട് 75 ലക്ഷത്തോളം പേർ വരും. ഒരു ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം വോട്ടിംഗ് ശതമാനം കുറയുന്നു എന്നുള്ളത് അത്ര നല്ല പ്രവണതയല്ല. ജനങ്ങൾക്ക് ഇതിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഞാൻ തന്നെ വോട്ട് ചെയ്യാത്ത കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ഇപ്രകാരമായിരുന്നു: നമ്മൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നുമില്ല, ആര് ഭരിച്ചാലും നമുക്കൊന്നുപോലെ തന്നെയാണ്. ഇനി മറ്റു കുറച്ച് പേരുടെ മറുപടി വ്യത്യസ്തമായിരുന്നു. അത് കുറച്ചുകൂടി ക്ലിയർ കട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് എന്തുകൊണ്ട് ഇപ്രാവശ്യം വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതിൻ്റെ ഉത്തരം കിടക്കുന്നത്. അവർ പറയുന്നത് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമൊന്നും കാഴ്ചവെക്കാൻ കഴിയില്ല എന്നതാണ്. നമ്മളിവിടെ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഡിസൈഡിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഹിന്ദി ഹൃദയഭൂമി ആണ് എന്നതാണ് അവരുടെ ഒരു വാദം. ഇവരുടെ ഒരു വാദത്തിൽ നിന്ന് നോക്കിയാൽ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം ദോഷകരമായി ബാധിക്കുന്നത് കോൺഗ്രസിനെ ആയിരിക്കും. കാരണം CPMനുള്ള വോട്ട് ബേസ് എന്ന് പറയുന്നത് മിക്കപ്പോഴും ഉറച്ചതായിരിക്കും. അത് മറ്റ് പാർട്ടികളിലേക്ക് മറിയാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ പിന്നെ വല്ല ശബരിമല പോലുള്ള വിഷയമോ അന്തർധാരയോ വല്ലതും ഉണ്ടാവണം. അന്തർധാരയെക്കുറിച്ചൊക്കെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ പറയുന്നത് അത്ര ശരിയായ ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ തെരഞ്ഞെടുപ്പിന് മുൻപേ ചാനലുകാർ നടത്തുന്ന സർവേകൾ, അതായത് പ്രീ പോൾ സർവേകൾ, അവ നടത്തുന്നതിൻ്റെ നൈതികതയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ജനം വോട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ ചാനലുകാർ പ്രവചിക്കുകയാണ് ഇന്ന മണ്ഡലത്തിൽ ഇന്ന സ്ഥാനാർത്ഥി ഇത്ര % വോട്ടിന് ജയിക്കും. അതുപോലെ തന്നെ ഒരു സർവേയെ സംബന്ധിച്ചിടത്തോളം സാമ്പിൾ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ വരുത്തുന്ന ഏതൊരു ചെറിയ തെറ്റും സർവേയെ അപ്പാടെ തന്നെ തകിടം മറിക്കാൻ കഴിവുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഏതൊരു കൊടികെട്ടിയ ചാനലായാലും ഇലക്ഷന് മുൻപേ നടത്തുന്ന സർവേകൾ എന്ന് പറയുന്നത് വെറും ഒരു കറക്കിക്കുത്തു മാത്രമാണ്. രാജ്യത്തെ പ്രീ പോൾ സർവേകളുടെ പ്രവചനങ്ങൾ എല്ലാം തന്നെ അപ്പാടെ പാളിപ്പോയ ഒരു സംഭവമായിരുന്നു 2004 പൊതു തെരഞ്ഞെടുപ്പ്. രാജ്യത്തെ മിക്കവാറും എല്ലാ ചാനലുകാരും ആ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു തുടർഭരണമാണ് പ്രവചിച്ചത്. എന്നാൽ ഫലം വന്നപ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തുകയാണ് ഉണ്ടായത്. ഏതൊരു പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും കോൺഗ്രസിനായാലും BJPക്കായാലും അനേകം അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും ഉണ്ട്. അവർ അവയെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വാവിട്ട വാക്ക് പാരയാവുമോ എന്ന് പല കോൺഗ്രസ് അനുഭാവികളും സംശയിക്കുന്നത്. ആ നേതാവ് മറ്റാരുമല്ല, സാം പിത്രോദ എന്ന ഓവർസീസ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലേക്ക് ചില സ്റ്റേറ്റുകളിൽ നടപ്പാക്കിയതുപോലെ ഇവിടെയും ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരണം എന്നാണ്. അതായത് ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്വത്തുക്കളും അനന്തരാവകാശികൾക്ക് ലഭിക്കുകയില്ല. അതിൻ്റെ ഒരു നിശ്ചിത % സർക്കാരിലേക്ക് കണ്ടുകെട്ടും. അമേരിക്കയിൽ ചില സ്റ്റേറ്റുകളിൽ സ്വത്തിൻ്റെ 55% ഇങ്ങനെ സർക്കാർ കണ്ടുകെട്ടുകയാണ് ചെയ്യുന്നത്. അനന്തരാവകാശികൾക്ക് 45% മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു അഭിമുഖത്തിലാണ് സാം പിത്രോദ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഇത് BJP വേണ്ട രീതിയിൽ ആളിക്കത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരാളിൻ്റെ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുക്കും, അല്ലെങ്കിൽ വീട്ടിലെ പെണ്ണുങ്ങളുടെ കെട്ടുതാലി വരെ പിടിച്ചെടുക്കും എന്നായി വർത്തമാനം. സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഇവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ എങ്ങും പറയുന്നതായി ആരും കണ്ടില്ല. ഉള്ളവൻ്റെന്ന് പിടിച്ചെടുത്ത് ഇല്ലാത്തവന് കൊടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ സിദ്ധാന്തമാണ്. കാഴ്ചയിൽ തന്നെ കാൾ മാർക്സിനോട് അല്പം രൂപസാദൃശ്യമൊക്കെ ഉള്ള സാം പിത്രോദ ഇലക്ഷൻ വേളയിൽ ഇങ്ങനെ സംസാരിക്കരുതായിരുന്നു. അടിക്കാൻ BJPക്ക് ഒരു വടി സംഭാവന ചെയ്യുന്ന ഏർപ്പാടായിപ്പോയി. പിന്നെ CPMൻ്റെ പ്രകടന പത്രികയിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരുന്നതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. അവർക്ക് പിന്നെ ധൈര്യമായിട്ട് എന്തും പറയാം. ഇനി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വരാം. പോളിംഗ് ദിവസം കേരളം ഒരു റെക്കോർഡ് സ്ഥാപിച്ചു എന്നതാണ് ആ വാർത്ത. അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നീണ്ട പോളിംഗ് ആണ് ഏപ്രിൽ 26 നടന്നത്. അതായത് ക്യൂ നിന്നവരിൽ ഏറ്റവും അവസാനത്തെ വോട്ടർ പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ രാത്രി 11:50 കഴിഞ്ഞിരുന്നു. വടകര നിയോജക മണ്ഡലത്തിലെ ഒരു ബൂത്തിലായിരുന്നു സംഭവം. ഇക്കുറി ആരുടെയെല്ലാം കണക്കൂട്ടലുകൾ പിഴയ്ക്കും എന്ന് ജൂൺ 4 അറിയാം. താങ്ക് യു.